ഹലോ ഗൈസ്, ഞാനിപ്പം ഔട്ടിങ് പോകാൻ നിൽക്കുകയാണ്, റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സോ ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സദാജി റെഡി ആവാൻ പറഞ്ഞു. സോ ഇപ്പോൾ ടൈം എത്ര ആയി പറഞ്ഞ പോലെ 6 o'clock ആകുന്നു ടൈം. ചൂടെടുത്തിട്ട് വയ്യ. ഇങ്ങോട്ട് റൂമിൽ നിന്ന് ഫാൻ്റെ ചോട്ടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭയങ്കര ചൂടാണ് ഒന്നാമത്. ഫൈനലി ഞാൻ റെഡി ആയി കഴിഞ്ഞു. സദാജി വന്നിട്ടുണ്ട്, താഴെയുണ്ട്. ഇതാണ് ഫ്രണ്ട് വ്യൂ. ഞാൻ മേലെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ചായപ്പീടിയ. ഇവിടെ കുറേ ആൾക്കാർ കുശലം പറഞ്ഞിരിക്കുകയാണ്. യെസ്, അങ്ങനെ നമ്മളെ സദാജി വന്നു. ആക്ച്വലി ഇന്നലെ സദാജി വൈകുന്നേരം പോയിട്ട് സ്പെക്സ് ഒക്കെ വാങ്ങിച്ചു. ഞാൻ വരുന്നതിൻ്റെ മുന്നേ സ്പെക്സ് വാങ്ങാൻ പോയതാണ്, പക്ഷെ അവർക്ക് കിട്ടിയിട്ടില്ല. സോ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ട്, സോ എന്തായാലും ഈ തവണ കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ പോയപ്പം ഈസി ആയിട്ട് സ്പെക്സ് വാങ്ങിച്ചു. അതാണ്, പോകേണ്ട ആൾക്കാർ പോയാൽ മാത്രമേ കറക്റ്റ് കിട്ടാറുള്ളൂ. എന്താ ഒരു കള്ളലക്ഷണം. അത് ഞാൻ ഉണ്ടാക്കിയ രസനയാണ്. എങ്ങനെയുണ്ട്? അത് മുഴുവനും സദാജിയാണ് കുടിച്ച് തീർത്തത്, ഞാൻ കുടിച്ചിട്ടില്ല. പരീക്ഷണങ്ങളൊന്നും ഞാൻ കുടിക്കാറില്ല, ഒക്കെ സദാജിക്ക്. പിന്നെ കാസിലി എന്തോ നോക്കിയിട്ടിരിക്കുന്നത്. കാസിലി അല്ല, ഈ എന്താ ചോട്ട് പോയി കുത്തിരിക്കുന്നത്? സ്ഥലമൊന്നുമില്ല, അവിടെ പോയിരിക്കടോ. യെസ്, വലിയ ബിസ്ക്കറ്റ് വാങ്ങിച്ചു. അവർക്ക് വേറെ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കേണ്ടതാണ്. അതെ, എൻ്റെ ബിസ്ക്കറ്റ് അല്ല കൊടുക്കാം. എന്താന്ന് വെച്ചാൽ സദാജിയുടെ ഡോഗൊക്കെ ഉണ്ട് താഴെ. അപ്പം അവർ സദാജിനെ കണ്ടാൽ, സദാജിൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടാൽ ഓടി അടുത്തെത്തും. എന്നിട്ട് അവരെപ്പോഴും ബിസ്ക്കറ്റ് പ്രതീക്ഷിക്കും. അപ്പോൾ സദാജി പോകുമ്പോൾ വരുമ്പോഴൊക്കെ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാറുണ്ട്, 10 രൂപേൻ്റെ ബിസ്ക്കറ്റ്. അപ്പം 2-3 പേരാണെങ്കിൽ 3 പാക്കറ്റ് അങ്ങനെ വെച്ചിട്ട് വാങ്ങിക്കൊടുക്കാറുണ്ട്. അപ്പോൾ വരുന്ന സമയത്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഡോഗ്. സോ ബിസ്ക്കറ്റ് ഇല്ല. സോ എന്നോട് വന്ന് ചോദിച്ചു ബിസ്ക്കറ്റ് ഉണ്ടോ എന്ന്. ഞാൻ കഴിക്കാൻ വേണ്ടി ഒരു പാക്കറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് വലിയ ബിസ്ക്കറ്റുമാണ്. അപ്പം അത് ഞാൻ കൊടുക്കുന്നില്ല, ഏതായാലും അത് അവർ കടയിൽ നിന്ന് വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അല്ലേടോ, അത് ഞാൻ മാത്രമല്ല കേട്ടോ ബിസ്ക്കറ്റ് കഴിക്കൽ. ഞാനും കാസിലിയുമാണ് ബിസ്ക്കറ്റ് കഴിക്കുക. നമുക്ക് എന്നും ബിസ്ക്കറ്റ് മസ്റ്റാണ്. സോ അത് സ്റ്റോക്കായിരിക്കും. മാരിഗോൾഡ് ബിസ്ക്കറ്റ്. അല്ലേ? അപ്പം നമ്മൾ ചിലപ്പം, ഞാൻ ഡെയിലി 2 ബിസ്ക്കറ്റ് കഴിക്കാറുള്ളൂ. കാസിലി ഒരു 2 ബിസ്ക്കറ്റ് കഴിക്കും. പൊട്ടിച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഒന്ന് ചായയിൽ മുക്കി കൊടുക്കും. അങ്ങനെ 2 വിധമായിട്ടാണ് കഴിക്കുക. ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. എങ്ങോട്ടാ പോണത്? ഇങ്ങോട്ട് പോവാണ്. സോ നിങ്ങളെ കൂട്ടാന്ന് വിചാരിച്ചു. വരും. സദാജിക്കാണ് ഡോറ് ലോക്ക് ചെയ്യുന്നവർക്ക്. ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാം നമുക്ക്. നമ്മൾ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മുന്നേ ഇങ്ങോട്ട് പോയാ വന്നിട്ടുണ്ട്. ഏതോ സ്ഥലത്ത് പോയില്ലേ എന്തെങ്കിലേ? ഇപ്പം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. 6:30 ആയിട്ടുണ്ടാവും സമയം. ഇപ്പോഴത്തെ ബൈക്ക് റേസ് മാതിരി സ്പീഡ് കൊടുത്തിരിക്കുക. കൊറേ വയലുകളാണ്. അപ്പുറത്തെ ഇപ്പുറത്തെ കൊറേ വയലുകളാണ്. പിന്നെ സദാജി അർജന്റ് ആയിട്ട് ആരോ കാണാൻ പോകുന്ന പോലെയാണ് വണ്ടി ഓടിക്കുന്നത്. വല്ല പോയാൽ മതി, എവിടെയും പോവാറില്ല. നമ്മളെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ട്. ബൈപ്പാസിന്റെ അവിടെയാ? Yeah.
ഗൈസ് ഇങ്ങോട്ടേക്ക് വരുമ്പം നല്ല നെല്ലിന്റെ സ്മെല്ല്. ഇവിടെ നെല്ല് കൊഴിയാണ്, നെല്ല് കൊഴിയാണ്. അതാ കാഴ്ച. പക്ഷെ നെല്ലാണ് അത് നമ്മൾ അതിന്റെ കവറ് അതൊക്കെ നെല്ലിന്റെ ഒക്കെ സാധനം ആദ്യമൊക്കെ അങ്ങനെ പൊളിച്ചെടുക്കണം. പിന്നെ ഈ ഏരിയ അടിപൊളിയാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാവും. അപ്പുറത്തും ഇപ്പുറത്തും മരങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. സോ അതിന്റെ നടുവിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. പിന്നെന്ന് വെച്ചാൽ ഇവിടേക്ക് വരുമ്പോ ഭയങ്കര കൂളിംഗ് ആയിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുന്നത് ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പിന്നെ വീടുകളൊക്കെ കുറവാണ്. 1-2 ഒരു ഡിസ്റ്റൻസിൽ കാണാൻ പറ്റും അവിടെ ഇവിടൊക്കെ. ബാക്കിയൊക്കെ തെങ്ങും തോപ്പുകള്, വയലുകള്, ഒരുപാട് കൃഷി സ്ഥലങ്ങളാണ്. ഇവിടെ തന്നെ ക്രൗഡൊന്നും അങ്ങനെ ഇല്ല. പിന്നെന്താണ്, യെസ്, പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാല് കുറച്ചും കൂടി കഴിഞ്ഞാല് ഇരുട്ടാണ്. സോ വീഡിയോ എടുക്കുവാനൊക്കെ കാണാനൊന്നും പറ്റൂല. സോ അപ്പൊ ഞാൻ ചിലപ്പോ വീഡിയോ നിർത്തുന്നതായിരിക്കും. അതുവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാം. യെസ്, സദാജി വലിയ മൈക്കൊക്കെ കുത്തിയിട്ടുണ്ട്. ഒന്നും ഇടുന്നൊന്നുമില്ല മൈക്കിന്റെ ചാർജ് തീർക്കാൻ. യെസ്, പറഞ്ഞ പോലെ ഇപ്പം ഇതാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെത്ര കഴിഞ്ഞ ആഴ്ചയല്ലേ 2-3 ദിവസം മുന്നേ അല്ലേ, 2-3 ദിവസം മുന്നേ വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് സ്ഥലം സദാജി പറഞ്ഞപ്പോഴാണ് ക്ലിയർ ആവുന്നത്. ലോക്കൽ പക്ഷെ ഞാൻ പറയുന്നത് കുറച്ച് എന്താ പറയാ, ഞാൻ പറയുന്ന കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. പക്ഷെ പുറത്തുള്ള നോയ്സിനെ കൊണ്ട് വോയിസ് ഒക്കെ ബ്രേക്ക് ആവുന്നതാണ്. അവളോട് ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് അറിയില്ല എന്നാണ് ഒരു ബ്ലോഗറാണെന്ന്. ഞാൻ ശ്രദ്ധിച്ച വെച്ചാൽ ഇവിടെ ഓരോ ടെമ്പിളിലും ഫെസ്റ്റിവൽ ആണ്. അതുകൊണ്ടാണ് അങ്ങനെ കുറെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ പഴനി ടെമ്പിളിലും ഫെസ്റ്റിവൽ ആണ്. മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മള് വണ്ടിയിൽ സ്പീഡിൽ പോകുമ്പോ ഇവിടെ ഇവിടെ ഒക്കെ വയലുകൾ ആയതുകൊണ്ട് ഈ പ്രാണികള് നമ്മളിങ്ങനെ നോക്കുമ്പോ മുഖത്ത്, കണ്ണിന് ഒക്കെ വന്ന് അടിച്ചാളും. ഇങ്ങനെ ആ സ്പീഡില് നല്ല വേദനയും. സദാജി സേഫ് ആണ്, ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് അല്ലേ അടിച്ചെന്റെ കണ്ണ്. അന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ അങ്ങനെ എന്റെ കണ്ണിന്റെ അല്ല എന്റെ കൗലിന്റെ ഇവിടെ അടിച്ചിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു. സോ ഈ ഒരു ഇരുട്ടാവുന്ന സമയത്ത് ഇതുപോലത്തെ പ്രാണികളൊക്കെ ഇറങ്ങും. ഞാൻ ദോശ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ വന്ന് കുറച്ച് നേരമായി. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദോശ ഏകദേശം കരിഞ്ഞിട്ടുണ്ട്. പിന്നിപ്പോൾ സമയം 8 o'clock. ഫുഡ് കഴിച്ച് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, ഫ്രഷായി വരണം. സോ പണിയൊക്കെ ഉള്ളത് കൊണ്ടാണ്. സോ ആദ്യം ഈ വർക്കൊക്കെ തീർക്കട്ടെ.